ഹലോ, ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂടെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ചിപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ ചിപ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചിപ്സ് മാസങ്ങളോളം നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാനും പറ്റും. ഞാനിപ്പോൾ ഇത് കുബൂസ് വെച്ചിട്ടാണ് ഈ ചിപ്സ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മിക്ക വീടുകളിലും ഈ കുബൂസ് ഇപ്പോൾ വാങ്ങിക്കുന്നതാണ്. മിക്ക സമയം ഇത് ബാക്കിയാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ബാക്കി വരുന്ന കുബൂസ് കൊണ്ട് ഇതുപോലെ ചിപ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ നമുക്ക് ആദ്യം കുബൂസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഈ കുബൂസ് 2 ലെയറായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ലെയറായിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്നാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിപ്സാണിത്. അധികം സമയമൊന്നും വേണ്ട. ഞാനിപ്പോൾ ഇത് ഓരോ ലെയറായിട്ട് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിപ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഓയിലൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒലീവ് ഓയിലാണ്. ഇപ്പോൾ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചോപ്പ് ചെയ്ത ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഗാർലിക് ഇങ്ങനെ ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ചിപ്സ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ലാസ്റ്റായിട്ട് കുറച്ച് ഗാർലിക് പൗഡർ ഇട്ട് കൊടുത്താലും മതി. ഗാർലിക് ചോപ്പ് ചെയ്യണമെന്നില്ല, ക്രഷ് ചെയ്ത് ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. എങ്ങനെയായാലും ഈ ഗാർലിക്കിൻ്റെ ടേസ്റ്റ് ഈ ചിപ്സിലേക്ക് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് മുറിച്ച് വെച്ച കുബൂസിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ പകുതിയേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാനിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നാലത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇനി ഇത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മാത്രം മതി. തീ കൂടിപ്പോയാൽ പെട്ടെന്ന് ഇത് കരിയാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മാത്രം മതി. അപ്പോൾ അതാ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ചെറുതായിട്ടൊന്ന് ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഒന്നുകൂടി ഒന്ന് ബ്രൗൺ നിറമായിട്ട് വരണം. ഇപ്പോൾ അത് ഏകദേശം ഒന്ന് ബ്രൗൺ നിറമായിട്ട് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഒരു സൗണ്ട് വരും, അതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യത്തിനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ. വേണമെങ്കിൽ കുരുമുളക് പൊടിയും ഈ സമയം ചേർക്കാം. പിന്നെ കുബൂസിൽ അത്യാവശ്യം ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ ചിപ്സൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പും ചേർക്കുന്നുണ്ട്. ഈ സമയത്തിന് വേണമെങ്കിൽ ഗാർലിക് പൗഡറും ചേർത്ത് കൊടുക്കാം. ആദ്യം ചോപ്പ് ചെയ്ത ഗാർലിക്ക് ചേർത്തിട്ടില്ലെങ്കിൽ ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുബൂസ് വെച്ചിട്ടുള്ള ചിപ്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ നമുക്കിത് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ നമുക്കിത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ മാസങ്ങളോളം തന്നെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ഹെൽത്തി കൂടി ആയിട്ടുള്ള ഒരു ചിപ്സിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വീണ്ടും ഇതുപോലെ ഈസി ആയിട്ടുള്ളതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. Thank you.